എ.ഡി.എം. നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കുടുംബം. കണ്ണൂരിലെ CPM നേതാവ് PP ദിവ്യയ്ക്കും പ്രശാന്തനുമെതിരെ 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നവീന്റെ കുടുംബം കോടതിയിൽ ഹർജി നൽകി. പത്തനംതിട്ട സബ് കോടതി ഇരുവർക്കും നോട്ടീസ് നൽകി. നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കുകയും തുടർന്ന് ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്തെന്ന് കാട്ടിയാണ് കുടുംബം മാനനഷ്ട കേസ് നൽകിയത്. 65 ലക്ഷം രൂപ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടു. CPM നേതാവ് PP ദിവ്യയ്ക്കും നവീൻ കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച പ്രശാന്തനുമെതിരെയാണ് കേസ് ഫയൽ ചെയ്തത്. പത്തനംതിട്ട സബ് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ച ഇരുവർക്കും നോട്ടീസ് നൽകി. നേരിട്ടോ അഭിഭാഷകർ മുഖേനയോ നവംബർ 11 ഹാജരാകാനും കോടതി നിർദ്ദേശം നൽകി. 2024 ഒക്ടോബർ 15 പുലർച്ചെയാണ് നവീൻ ബാബുവിനെ കണ്ണൂർ കോട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെട്രോൾ പമ്പിന്റെ അപേക്ഷയിൽ നടപടിയെടുക്കാൻ വൈകിയതിന്റെ പേരിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരസ്യമായി അവഹേളിച്ചതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യനായിരുന്ന TV പ്രശാന്തന്റെ പേരിലായിരുന്നു പമ്പിന് അപേക്ഷ നൽകിയത്. NOC ലഭിക്കാൻ നവീൻ ബാബുവിന് 98,500 രൂപ കൈക്കൂലി നൽകിയെന്നായിരുന്നു പ്രശാന്തന്റെ ആരോപണം. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച നവീൻ ബാബുവിന് സഹപ്രവർത്തകർ കളക്ടറേറ്റിൽ നൽകിയ യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയാണ് PP ദിവ്യ ആക്ഷേപ പ്രസംഗം നടത്തിയത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നതിന് തെളിവില്ലെന്ന് വകുപ്പുതല അന്വേഷണത്തിലും വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെ പരാതിയിൽ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. ജനം, പത്തനംതിട്ട.